സ്വർഗാരോഹണ തിരുനാളിൻ്റെ സന്ദേശം ചിതറിക്കപ്പെടലാണ്. മനുഷ്യനായ യേശുനാഥിനെ ചുറ്റുപറ്റി നിൽക്കാതെ അകലങ്ങളിലേക്ക് അയക്കപ്പെടുവാൻ, അവിടുന്ന് നൽകിയ സുവിശേഷം ചക്രവാളങ്ങളിൽ വരെ ജീവിച്ചു കാണിക്കുവാനുള്ള ചിതറിക്കപ്പെടൽ. ഈയിടയ്ക്കായിട്ടൊരു നല്ല വാചകം, ഒരു സഭ മറ്റൊരു സഭയുടെ നേട്ടങ്ങളെ സന്യാസത്തിലായാലും റീത്തിലായാലും അംഗീകരിക്കുന്നത് വളരെ പോസിറ്റീവാണെന്ന്. ഇത് പറഞ്ഞതിൻ്റെ പശ്ചാത്തലം, സാധാരണയായി ഒരു സഭ മറ്റൊരു സമൂഹത്തെ ആത്മാർത്ഥമായി അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുന്നു എന്നതല്ലേ. ഇനി അഥവാ അംഗീകരിച്ചാൽ തന്നെ അതിന് പുറകിൽ എന്തെങ്കിലും സ്വാർത്ഥ ഉദ്ദേശങ്ങൾ കാണുമെന്നല്ലേ. ഈശോയെ പിന്തുടരുന്നവരാണെങ്കിൽ നല്ലത് കണ്ടാൽ അംഗീകരിക്കുവാൻ കഴിയേണ്ടതാണ്. സദുദ്ദേശത്തോടെ ആര് നന്മ ചെയ്താലും അംഗീകരിക്കണം. അതിനുള്ള ഊർജ്ജ സ്രോതസ്സാണ് ഈശോ ചാവുകളായി പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന്. നമ്മുടെ മുന്നിൽ മറ്റാർക്കും ചെയ്യാനാകാത്ത മാതൃക നൽകിയാണ് ഈശോ മരണം പുൽകിയത്. സ്നേഹത്തിൻ്റെ സുവിശേഷം പകർന്നു നൽകുന്നവർ ആരായാലും അംഗീകരിക്കപ്പെടണം. അതേത് നിറത്തിലും രൂപത്തിലും മുടിപ്പെട്ട് അഭിഷിക്തനായാലും സന്യാസിയല്ലാത്ത ആത്മായനായാലും. ഞങ്ങളുടെ ദേശത്ത് സുവിശേഷം പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ കുത്തകയാണ് എന്ന് പറയാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? ഈശോ വ്യക്തമാക്കി പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പിന്നെ എന്തിനാണ് മറ്റുള്ളവർ തിരഞ്ഞെടുക്കപ്പെടുന്നത് കാണുമ്പോൾ നാം മുറുമുറുക്കുന്നത്? അത് ഭോഷത്വമല്ലേ? ദൈവം ജൂതരുടെ മാത്രം എന്ന് ഒരു കാലത്ത് പലരും കരുതിയിരുന്നു. ഒരു ദർശനമുണ്ടാകുന്നതുവരെ വിശുദ്ധ പത്രോസ്ലീഹ പോലും. എന്നിട്ടും 12 ശ്ലീഹന്മാരിൽ പെടാത്ത വിശുദ്ധ പൗലോസ് ദൈവം എല്ലാവരുടേതുമാണെന്ന് പ്രഘോഷിച്ചപ്പോൾ അതിൽ നന്മ കണ്ടെത്തി അംഗീകരിക്കുവാൻ എല്ലാ ശ്ലീഹന്മാർക്കും സാധിച്ചു. ശ്ലീഹന്മാർ ഏത് രാജ്യത്തെ സ്നേഹം പ്രഘോഷിച്ചാലും മഹത്വം തമ്പുരാന് തന്നെ. സ്വന്തം മഹത്വം ഇച്ഛിക്കുന്നത് കൊണ്ടല്ലേ മറ്റുള്ളവരുടെ സുവിശേഷ പ്രഘോഷണം നമുക്ക് അരോചകമാവുന്നത്. സ്നേഹത്തിൻ്റെ ജീവിതസാക്ഷ്യം വഹിക്കേണ്ട ഇടവക സന്യാസ വൈദികരെ തമ്മിലും സന്യാസിമാരെ തമ്മിലും ആത്മായരെയും പുരോഹിതരെയും തമ്മിലും പരസ്പര ശത്രുക്കളാക്കുന്നവർ എന്തു നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത്? ആരുടെ പ്രബോധനത്തിനും മഹത്വത്തിനുമാണ് ഇവർ മുൻതൂക്കം നൽകുന്നത്? വിശുദ്ധ ബലിക്കിടയിൽ നിങ്ങൾക്കായി മുറിക്കപ്പെട്ട എൻ്റെ ശരീരം എന്ന് ഈശോയോടുകൂടെ പറയുവാൻ പറ്റുന്നവരാണ് അച്ഛനാകേണ്ടത്. അച്ഛൻ മാത്രമല്ല, ബലിയിൽ പങ്കെടുക്കുന്നവരും മുറിക്കപ്പെടണം, അവരെൻ്റെ നന്മയ്ക്കായി. ആത്മത്യാഗം അരോചകമായവർക്ക് കുർബാന മധ്യേ ഈശോയുടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ ഉരുവിടുവാൻ നെറ്റി ചുളിക്കേണ്ടി വരും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ചാവുകളായി നൽകപ്പെട്ട ഈശോയുടെ അവസാന അത്താഴ സന്ദേശം ഹൃദയത്തിൽ പതിപ്പിച്ചുകൊണ്ട് നമുക്കും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാം. നമ്മാൽ കഴിയുന്നതെല്ലാം അവരെൻ്റെ നന്മയ്ക്കായി ബലിയർപ്പിക്കുകയും ചെയ്യാം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.